ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് USB സ്റ്റോറേജ് എനേബിളും ഡിസേബിളും എങ്ങനെയാണ് നമ്മുടെ PC-യിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ വിൻഡോ 6 അടിച്ച് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് റൺ കമാൻഡിൽ നമ്മൾ എത്തും വിൻഡോ 6 അടിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ REGEDIT അതായത് രജിസ്ട്രി എഡിറ്റിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം REGEDIT അപ്പോൾ അതിൽ നമ്മൾ റൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ്മിനിലൂടെ നമ്മൾ ഇത് റൺ ചെയ്തതിന് ശേഷം നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് രജിസ്റ്റർ എഡിറ്റർ. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസുകളും കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് മെയിനായിട്ടുള്ളതെന്നൊന്നും നമുക്ക് നോക്കാം. ഇതൊക്കെ ഇതിൻ്റെ സബായിട്ടുള്ള ഓപ്ഷൻസുകളാണ്. നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ HKey ലോക്കൽ മെഷീൻ, അതായത് അതുകൂടാതെ തന്നെ ഇതിൽ വേറെയും കുറേ രജിസ്റ്റർ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ നമ്മളിതിൽ HKey ലോക്കൽ മെഷീൻ്റെ അകത്ത് ചെയ്താൽ ഇതിൻ്റെ സബ്സിഡറി ഓപ്ഷനായിട്ട് നമുക്ക് ഇത്രയും ഓപ്ഷൻ, അതായത് ഹാർഡ്വെയർ, SAM, സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ, സിസ്റ്റം. നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് സിസ്റ്റത്തിലേക്കാണ്. സിസ്റ്റത്തിൻ്റെ സബ്സിഡറി ആയിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസുകൾ കാണാം. നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് കൺട്രോൾ സെറ്റിലാണ് പോകേണ്ടത്. അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് വേണ്ട ഓരോ രജിസ്റ്ററി എഡിറ്റ് ചെയ്യാനുള്ളതും രജിസ്റ്ററി ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസുകളുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കറണ്ട് കൺട്രോൾ സെറ്റ് അതിൽ പോകുമ്പോൾ അതിനും സബ്സിഡറി ഓപ്ഷൻസായിട്ട് കൺട്രോൾ ഇനം, ഹാർഡ്വെയർ പ്രൊഫൈൽ, പോളിസീസ്, സർവീസസ്. നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് സർവീസസിലേക്കാണ്. സർവീസസിൽ നമുക്ക് ഒരു 50ഓളം സബ്സിഡറി ആയിട്ടുള്ള ഓപ്ഷൻസുകൾ കാണും. ഇതിൽ നമുക്ക് വേണ്ടത് USB-യുടെ ഓപ്ഷൻ പരിധിയാണ് വേണ്ടത്. അപ്പോൾ USB-യുടെ ഇത്രയും ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ U എന്നുള്ള അമർത്തിക്കൊണ്ടേ ഇരുന്നാൽ നമുക്ക് എത്ര U സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസുകളുണ്ടോ അതൊക്കെ വരും. അപ്പോൾ നമ്മൾ U എന്നുള്ളത് ടൈപ്പ് ചെയ്തുകൊണ്ട് നിന്നാൽ നമുക്ക് ഓരോ നെക്സ്റ്റ് ആയിട്ടുള്ള U സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സബ്സിഡറി ഓപ്ഷൻസുകൾ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ USB സ്റ്റോർ, അതായത് USB സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻസിലേക്കാണ്. നമുക്കിതിൽ നമ്മൾ കുറേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ടായിട്ട് ഒരു USB സ്റ്റോർ, അതായത് USB STOR എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ഞെക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ ഒരു സബ്സിഡറി ഓപ്ഷനായിട്ടാണ് ഇനം ENUM എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസാണ്. അപ്പോൾ ആ USB സ്റ്റോർ എന്നുള്ളത് അമർത്തുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട്, വിൻഡോയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ടൈപ്പ്, ലാസ്റ്റത്തെ 2 ഓപ്ഷൻസിൽ സ്റ്റാർട്ട് ടൈപ്പ് എന്നുള്ളതുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. സ്റ്റാർട്ടിൽ അഥവാ വാല്യൂ 3 ആണ് എങ്കിൽ നമ്മളെ USB സ്റ്റോറേജ് എനേബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ സ്റ്റാർട്ടിൽ 3-ൽ കൂടുതൽ, അതായത് 3 അല്ല 3-ൽ കൂടുതൽ, 4 അതിന് മുകളിലോ ആയിട്ടുള്ള വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളെ USB സ്റ്റോറേജ് ഡിസേബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് USB സ്റ്റോറേജ് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4-ന് മുകളിലുള്ള വാല്യൂ കൊടുക്കണം.